ഭൂമിയിൽ ആദ്യമായി പൂ വിരിഞ്ഞത് ഡൈനോസറുകൾ ഭൂമി ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. അതിനു മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത് പൂക്കളെ ഉൽപ്പാദിപ്പിക്കാത്ത ജിംനോസ്പേം വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങളും മരങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ 80% പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൻജിയോസ്പേംസ് ആണുള്ളത്. ജിംനോസ്പേംസിന്റെ എണ്ണം നന്നേ കുറഞ്ഞിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ഡൈനോസറുകൾ തന്നെയാണ്. 15 കോടി വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സസ്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒന്നാമതായി ഫേൺസ് അല്ലെങ്കിൽ ചിത്രപ്പുല്ലാണ്. നീളമുള്ള ഇലകളോടുകൂടിയ ഈ സസ്യത്തെ നമുക്ക് ഇപ്പോഴും ഭൂമിയിൽ കാണാൻ സാധിക്കുന്നതാണ്. രണ്ടാമതായി ഉള്ളത് കോണിഫറസ് മരങ്ങളാണ്. കോണിഫറസ് മരങ്ങൾ ഇപ്പോഴും ഭൂമിയിലുണ്ട്. പൈൻ മരങ്ങളൊക്കെ അതിന്റെ മനോഹരമായിട്ടുള്ള ഉദാഹരണങ്ങളാണ്. മൂന്നാമതുള്ളത് സൈക്കാഡ്സ് ആണ്. മലയാളത്തിൽ തുടപ്പനി എന്ന് പറയും. ഇതിനും വളരെയധികം കട്ടിയുള്ള ഇലകളാണുള്ളത്. കൂടാതെ ഇതിന്റെ മധ്യഭാഗത്ത് കോണിന്റെ ഷേപ്പിലുള്ള വലിയൊരു ഷെല്ല് കാണാം. ആ ഷെല്ലിന്റെയൊക്കെ ഉള്ളിലായിട്ടാണ് വിത്തുകൾ അടങ്ങിയിരിക്കുന്നത്. ആ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലായിരുന്നു അവ പ്രത്യുൽപാദനം നടത്തിക്കൊണ്ടിരുന്നത്. നമുക്ക് ഫേൺസിനെ എടുക്കാം. ഫേൺസിൽ പ്രത്യുൽപാദനം നടത്തുന്നത് അതിന്റെ ഇലകളിൽ അടങ്ങിയിരിക്കുന്ന സ്പോർസ് കാരണമാണ്. ആ കാലഘട്ടത്തിലും ധാരാളമായി ഭൂമിയിൽ ജലമുണ്ടായിരുന്നു. ഈ ജലത്തിലൂടെയാണ് സ്പോർസ് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുകയും അവിടെ ധാരാളമായി വളരുകയും ചെയ്യുന്നത്. കോണിഫറസിലും കോണിന്റെ രൂപത്തിലാണ് വിത്തുകൾ കാണപ്പെടുന്നത്. ശക്തമായ കാറ്റിന്റെ സഹായത്താൽ ആൺ കോണിഫറസ് ചെടികളിൽ നിന്നും വിത്തുകൾ പറന്ന് പെൺ കോണിഫറസ് ചെടികളിൽ എത്തിച്ചേരുന്നു. അങ്ങനെയാണ് പ്രത്യുൽപാദനം അവിടെ നടന്നിരുന്നത്. സൈക്കാഡ്സിൽ വിത്തുകൾ അടങ്ങിയിരിക്കുന്നത് കാഠിന്യമേറിയ ഷെല്ലുകളുടെ ഉള്ളിലാണ്. വെയിലിന്റെ സഹായത്താൽ ആ ഷെല്ലുകൾ പൊട്ടുകയും പിന്നെ കാറ്റിന്റെ സഹായത്താൽ ആ സീഡുകൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുകയുമായിരുന്നു ചെയ്യുന്നത്. ജുറാസിക് കാലഘട്ടം കഴിഞ്ഞു. ക്രിട്ടീഷ്യസ് കാലഘട്ടം തുടങ്ങുകയും ചെയ്തു. അതിന്റെ തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു സസ്യം കൂടി ഉണ്ടായി. അതിന്റെ ഫോസിലുകൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് നോർത്ത് ഈസ്റ്റേൺ ചൈനയിൽ നിന്നാണ്. അവിടുത്തെ ഒരു കുളത്തിലാണ് ആദ്യമായി ഈ സസ്യം ഉണ്ടായത്. ആ സസ്യത്തിൽ ഒരു പുഷ്പം അന്ന് പുഷ്പിക്കുകയും ചെയ്തു. ഫോസിൽ റെക്കോർഡ് അനുസരിച്ച് 12.5 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യമായി പുഷ്പിച്ച ആ സസ്യം ഉണ്ടായത്. പാലിയോന്റോളജിസ്റ്റുകൾ ഈ സസ്യത്തിന് ആർക്കിയോഫ്രക്ടസ് ലയനോജെനിസിസ് എന്ന പേരാണ് നൽകിയത്. ആദ്യമുണ്ടായ ഈ പുഷ്പത്തിന് ശരിക്കും നമ്മൾ ഇപ്പോൾ കാണുന്ന പുഷ്പത്തിന്റെ രൂപമൊന്നും ആയിരുന്നില്ല. എന്നാൽ ഇപ്പോഴുള്ള പുഷ്പങ്ങൾ കാണിക്കുന്ന അതേ സ്വഭാവ സവിശേഷതകളൊക്കെ ആ പുഷ്പവും കാണിച്ചിരുന്നു. കാണാൻ അത്ര മനോഹരമായിട്ടുള്ള ഒരു പുഷ്പമൊന്നും ആയിരുന്നില്ല അത്. ഈ സസ്യങ്ങളുടെ പ്രത്യുൽപാദനത്തിന് വേണ്ട വിത്തുകൾ അടങ്ങിയിരിക്കുന്നത് ഇതിന്റെ പഴത്തിനുള്ളിലാണ്. ചരിത്രത്തിൽ ആദ്യമായി മറ്റ് ജീവജാലങ്ങളുടെ സഹായത്താൽ പ്രത്യുൽപാദനം നടത്തേണ്ട ഒരു അവസ്ഥയാണ് സസ്യങ്ങൾക്ക് ഇതിലൂടെ സംഭവിച്ചത്.